അങ്ങനെ ഒരു പൊതു അഭിപ്രായമാണ് പൊതുവെ ഉള്ളതാനും ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാവുന്ന കാര്യങ്ങളും തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം എന്താകുമെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇനി അഥവാ ഇൻ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സീറ്റ് നൽകുന്നില്ല, അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് ഓൾറെഡി സസ്പെൻഷനിൽ ഇരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൽ ചേക്കേറുമോ, അതോ പാലക്കാട്ട് തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ? കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അയാൾ പാലക്കാട് തിരിച്ചെത്തിയതിനു ശേഷമുള്ള അയാളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം MLA എന്നുള്ള നിലയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം വളരെ സജീവമായ ഇടപെടലുകൾ നടത്തുന്നു, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി പല പദ്ധതികളുമായി അയാൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത്രയുമൊക്കെ വിവാദങ്ങളും ഇത്രയുമൊക്കെ കോലാഹലങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാലക്കാട് എല്ലാ പ്രവർത്തനങ്ങളിലും MLA എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടം ഇടപെടുന്നത് നമ്മൾ കാണുന്നത്. MLAയുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതും നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന MLAയുടെ ചില ഭവന നിർമ്മാണ പദ്ധതികളും വളരെ സജീവമായി പാലക്കാട് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുലിന് സീറ്റ് നൽകിയില്ലെങ്കിൽ രാഹുൽ മറുകണ്ഠം ചാടുമോ? മേ ബി അങ്ങനെ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. രാഹുലിന് സീറ്റ് നൽകിയില്ലെങ്കിൽ രാഹുൽ ഒരിക്കലും CPM-ലേക്കോ BJP-യിലേക്കോ ചുവട് മാറ്റിക്കൊണ്ട് ഒരിക്കലും പ്രസ്ഥാനത്തെ നേരിടുമെന്ന് അയാൾ ഒരിക്കൽ പോലും കരുതുന്നില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് രാഹുലിൽ നിന്ന് അടുത്ത വൃത്തങ്ങളുമായിട്ട് അറിയാൻ കഴിയുന്നത്.